കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നറിയിപ്പുമായി എ.കെ. ആന്റണി. നേതാക്കൾ തമ്മിലടി അവസാനിപ്പിക്കണം. കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചുപോയി തുടങ്ങിയെന്നും സ്തുതി പാഠകർ പറയുന്നത് നേതാക്കൾ വിശ്വസിക്കരുതെന്നും എ.കെ. ആന്റണി പറഞ്ഞു. സംസ്ഥാന കോൺഗ്രസിലെ പ്രശ്നപരിഹാരത്തിന് ഉമ്മൻചാണ്ടിയുമായി തിങ്കളാഴ്ച രാഹുൽ ഗാന്ധി ചർച്ച നടത്താനിരിക്കെയാണ് ഹൈക്കമാൻഡിന്റെ മുന്നറിയിപ്പുമായി എ.കെ. ആന്റണി രംഗത്തെത്തിയത്. കോൺഗ്രസിന്റെ നിലവിലുള്ള സ്ഥിതി എല്ലാവരും മനസ്സിലാക്കണമെന്ന് പറഞ്ഞ ആന്റണി നേതാക്കൾ തമ്മിലടി അവസാനിപ്പിക്കണമെന്ന താക്കീതും നൽകി. KPCC ആസ്ഥാനത്ത് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളണം. തമ്മിലടിക്കുന്ന ഒരു പാർട്ടിയിലേക്ക് പുതിയ ചെറുപ്പക്കാർ ഒരിക്കലും വരില്ല. അതുകൊണ്ട് തമ്മിലടി അവസാനിപ്പിച്ച് നഷ്ടപ്പെട്ടുപോയ ജനവിശ്വാസം വീണ്ടെടുക്കുക. സ്തുതിപാഠകർക്ക് ചെവി കൊടുക്കുന്നതിന് പകരം വിമർശകരെ കേൾക്കണം. സ്തുതിപാഠകർ പറയുന്നത് ഒരു നേതാവും വിശ്വസിക്കരുത്. വിമർശകർ പറയുന്നതാണ് കുറച്ച് ഉൾക്കൊള്ളുന്നതാണ് നല്ലത്. കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോവുകയാണെന്ന യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കണമെന്നും ആന്റണി പറഞ്ഞു. പാർട്ടിയുടെ മാത്രമല്ല എല്ലാവരുടെയും കാലിനടിയിലെ മണ്ണ് കുറച്ച് ചോർന്നു പോയതാണ് എൻ്റെ അഭിപ്രായം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഉമ്മൻചാണ്ടി ഇന്ന് ഡൽഹിയിലെത്തും. സംഘടനാ തെരഞ്ഞെടുപ്പ് ഉടൻ വേണമെന്ന് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉമ്മൻചാണ്ടി ആവശ്യപ്പെടും. ഉമ്മൻചാണ്ടി ഇടഞ്ഞു നിന്നാൽ അത് UDFിലും പ്രശ്നമുണ്ടാക്കുമെന്ന ആശങ്ക ഹൈക്കമാൻഡിന് ഇപ്പോഴുണ്ട്. നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ഉമ്മൻചാണ്ടിയെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡാണ് മുൻകൈയെടുത്തത്. രാഹുൽ ഗാന്ധി ഇന്നലെ ഉമ്മൻചാണ്ടിയുമായി ഫോണിൽ സംസാരിച്ചു. നേതൃത്വത്തെ വെല്ലുവിളിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ നിലപാടുകൾ UDFിലും പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് ഹൈക്കമാൻഡിന് ആശങ്കയുണ്ട്. ഒരു പ്രമുഖ ഘടകകക്ഷി നേതാവുമായും കേരള കോൺഗ്രസ് എമ്മിലെ ഒരു പ്രധാന നേതാവുമായും ഉമ്മൻചാണ്ടി ബാംഗ്ലൂരിൽ വെച്ച് ചർച്ച നടത്തിയതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണത്രേ അനുനയ നീക്കങ്ങൾ ഹൈക്കമാൻഡ് വേഗത്തിലാക്കിയത്. രാഹുൽ ഗാന്ധിയും ഉമ്മൻചാണ്ടിയുമായുള്ള കൂടിക്കാഴ്ച നാളെയാണ്. ഈ ചർച്ചയോടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിൽ പരിഹരിക്കപ്പെടാൻ കഴിയാത്തതായ പ്രശ്നങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സന്ദർശനത്തോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. എന്നാൽ ഡൽഹി ചർച്ചയോടെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടില്ല. ഏതു വിധേനയും VM സുധീരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കുകയാണ് എ ഗ്രൂപ്പിന്റെ ലക്ഷ്യം. ഇതിനുവേണ്ടിയാണ് സംഘടനാ തെരഞ്ഞെടുപ്പെന്ന ആവശ്യം എ ഗ്രൂപ്പ് നിരന്തരം ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിലും സംഘടനാ തെരഞ്ഞെടുപ്പ് വേണമെന്ന് ഉമ്മൻചാണ്ടി ആവശ്യപ്പെടും. ഉടൻ സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഹൈക്കമാൻഡിന് താൽപ്പര്യമില്ല. അങ്ങനെയെങ്കിൽ KPCC തലത്തിൽ സമഗ്രമായ അഴിച്ചുപണിക്ക് ഹൈക്കമാൻഡിനെ പ്രേരിപ്പിക്കുകയും ആ അഴിച്ചുപണിയിൽ തന്റെ അഭിപ്രായങ്ങൾക്ക് പരിഗണന നേടിയെടുക്കുകയുമാണ് ഉമ്മൻചാണ്ടിയുടെ ഉന്നം. CG കടക്കൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. എ.കെ. ആന്റണിയുടെ വാക്കുകൾ ഇടഞ്ഞു നിൽക്കുന്ന ഉമ്മൻചാണ്ടിക്കുള്ള മുന്നറിയിപ്പാണോ? ഒരു പരാതിയും ഇല്ലെന്ന് പറയുമ്പോഴും ഉമ്മൻചാണ്ടിയുടെ പിടിവാശി സുധീരനെ മാറ്റുമെന്ന ഉറപ്പിനു വേണ്ടിയോ? രണ്ടും കൽപ്പിച്ചുള്ള ഉമ്മൻചാണ്ടിയുടെ കളി UDF പിന്തുണ ഉറപ്പുവരുത്തിയ ശേഷമോ? സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുകയാണ്. KPCC വക്താവ് ജോസഫ് വാഴക്കൻ, AICC അംഗം രാജ്മോഹൻ ഉണ്ണിത്താൻ, മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവ് KNA ഖാദർ, മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജേക്കബ് ജോർജ് എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ ചേരുകയാണ്. ഒപ്പം UDF സെക്രട്ടറിയായ ജോണി നെല്ലൂർ ടെലിഫോൺ ലൈനിലും. ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേള.